എന്താണ് മാനുവൽ മോഡ്? ക്രിയേറ്റീവ് മോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡാണ് മാനുവൽ മോഡ്. ക്രിയേറ്റീവ് മോഡിൽ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് 4 മോഡുകളാണ് ഇത് 4ാമത്തെ മോഡാണ് പരിചയപ്പെടുത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡാണ് മാനുവൽ മോഡ്. മാനുവൽ മോഡിൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് അഥവാ എക്സ്പോഷർ നിയന്ത്രിക്കുന്നത് ഫോട്ടോഗ്രാഫറാണ്. അതിൽ ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നും തന്നെ ഇല്ല. അയാൾ സെറ്റ് ചെയ്യുന്ന ഷട്ടർ സ്പീഡ്, അയാൾ സെറ്റ് ചെയ്യുന്ന അപ്പർച്ചർ വാല്യൂ, അയാൾ സെറ്റ് ചെയ്യുന്ന ISO, ഈ 3 കാര്യങ്ങളും ഉപയോഗിച്ച് എങ്ങനെയാണോ ഒരു ചിത്രം പകർത്താൻ സാധിക്കുന്നത് ആ രീതിയിലാണ് ക്യാമറ ചിത്രം പകർത്തിയെടുക്കുക. മാനുവൽ മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാമറയുടെ എക്സ്പോഷർ മാത്രമാണ് മാനുവലായിട്ട് വരുന്നത്. മറ്റ് സെറ്റിങ്സ് ഒന്നും തന്നെ ഇതിൽ നിങ്ങൾ ഓട്ടോമാറ്റിക് ഏതെങ്കിലും ഒരു സെറ്റിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്യും. മറ്റുള്ളതെല്ലാം തന്നെ ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട് മാനുവലായിട്ടായിരിക്കും നിയന്ത്രിക്കപ്പെടുന്നത്. മാനുവൽ മോഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ISO നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ആക്കാൻ സാധിക്കും. ISO ചൂസ് ചെയ്യുകയാണെങ്കിൽ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് നിയന്ത്രിക്കാൻ ആവശ്യമായ ISO ക്യാമറ തീരുമാനിച്ചോളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലി ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട് ഈ ISO ഉപയോഗിക്കുകയാണെങ്കിൽ. പക്ഷേ ISO വിശദീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും യൂസബിൾ ISO റേഞ്ച് സെറ്റ് ചെയ്തിട്ട് വേണം ISO ഉപയോഗിക്കാൻ. അത് നിങ്ങൾ ഓർക്കുന്നില്ലെങ്കിൽ വീണ്ടും പുറകോട്ട് പോയിട്ട് ISO എന്ന സെഷനിൽ പോയിട്ട് നിങ്ങൾ ISO എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തിരിച്ച് കണ്ടിന്യൂ ചെയ്യുക. മാനുവൽ മോഡിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനൊന്നും തന്നെ ഇല്ല. കാരണം നമ്മൾ ഇതുവരെയും പഠിച്ചു വന്നതെല്ലാം മാനുവൽ മോഡിനെ കുറിച്ചാണ്. ഓരോ കൺട്രോൾസും മാനുവലായിട്ട് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് ഇതുവരെയും നമ്മൾ പഠിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. മാനുവൽ മോഡ് എന്നത് കൃത്യമായിട്ടും ഫോട്ടോഗ്രാഫർ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ ഔട്ട്പുട്ട് ചെയ്തു തരാനുള്ള ഒരു സെറ്റിംഗ് ആണ്. ഇതിൽ മുഴുവനായിട്ടും ചിത്രം നന്നായാലും മോശമായാലും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ആ ഫോട്ടോഗ്രാഫറിന് തന്നെയാണ്.